അപ്പൊ ഇന്ന് 4 മണിക്ക് വന്നൊരു പാഴ്സലാണ് കേട്ടോ ഇത്. പിന്നെ ഫുൾ ഡേ ഇഫ്താർ പ്ലസ് നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ പാഴ്സൽ വന്നത് എന്താന്നുള്ളത് കാണാനും കൂടി ഒഴിവില്ലാതെ അവന് ഫോൺ എടുത്ത് കളിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെയുള്ള ടൈമിലേ ഫോൺ കിട്ടാറുള്ളൂ, അതുകൊണ്ടാണ് അതുമൊക്കെ ഇങ്ങനെ കടന്നിതാവുന്നത്. കാരണം എന്റെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടണമെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കയറി പോയാലും 10 മിനിറ്റ് ഞാൻ കൊടുക്കാറുള്ളൂ. അതാ പറഞ്ഞിരിക്കണതിന്റെ ഇടയിൽ സംഭവം എന്താ പാഴ്സൽ വന്നതെന്ന് പറഞ്ഞില്ലല്ലേ. ഫാദിക്കുട്ടിക്കുള്ള ഡ്രസ്സാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അജിയോന്നാണ്. കളർ നമ്മൾ ഓർഡർ ചെയ്ത സെയിം കളർ തന്നെയാണ് സംഭവം. പക്ഷെ നമ്മൾ ഈ ഒരു ക്ലോത്ത് വിചാരിച്ച ക്ലോത്ത് അല്ല. ഫാദിക്കുട്ടിക്ക് മെയിൻ ജീൻസ് ആണ് ഇഷ്ടം. പക്ഷെ ഈ വക ഐറ്റംസ് ഇടുന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ അവൻ അത് വേണ്ട. അത് അൺബോക്സിംഗ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എണ്ണക്കടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചായക്കടി എന്ന് പറഞ്ഞാൽ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറന്നിട്ട് കുടിക്കാനുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടോ. അതായത് ബദാമിന്റെ ഒരു സ്മൂത്ത്. നോമ്പ് തുറന്നിട്ട് ഒരു കൊട്ട സാധനം കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. എവിടെ നമ്മുടെ ആ ഒരു നാരങ്ങ വെള്ളം കുടിച്ച പിന്നെ ഒന്നും വേണ്ട. പിന്നെ ഇന്നലെ ഞാൻ സന്തോഷത്തിൽ തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തണ്ണിമത്തനാണ് കേട്ടോ അതിന്റെ ബാലൻസ്. പിന്നെ കുറച്ച് നന്നാരി സർപ്പത്തും കുറച്ച് ചെറുപഴം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നും അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇതാ നേരെ വീട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പണി എന്തായി വീട് മേലക്കെടുത്തതും പണിയും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലേ നല്ലൊരു വൈബാണ്. ഇൻഷാല്ലാ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ എന്നിട്ട് രാവിലത്തെ വൈകുന്നേരത്തൊക്കെ ക്ലിപ്പുകളൊക്കെ അധികം എടുക്കണം എന്നൊക്കെ വിചാരിക്കും. മുകളിലത്തെ വാർപ്പ് ഏകദേശം ആകാനായിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനി ഉണ്ട്. കുറച്ച് മുന്നേ നമ്മളിപ്പോ വീട് വെക്കുന്ന ആ ഒരു വീട്ടിൽ പ്രസവിച്ച പട്ടിക്കുട്ടികളാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഇവരെ കാണാനായിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ദിവസം ഇവരെ കാണാനായിട്ട് 9 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2 കുട്ടികൾ ചത്തു കേട്ടോ. ഇപ്പൊ ബാക്കിയുള്ളവരാണിത്. അവർ വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മളവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അവരായിട്ട് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ സച്ചുവിന്റെ കയ്യിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനും ആദ്യം പട്ടിക്കുട്ടികളെ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ ഇവന് ആ ഒരു ഡോർ അടച്ചതാണ് കേട്ടോ. കയ്യിലൊക്കെ ആകെ മുറി. പിന്നെ അതാ വന്നിട്ടാണ് ബീഫ് കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചത്. ബീഫ് ഉള്ളതുകൊണ്ട് ഇന്ന് പഴംപൊരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബീഫും പഴംപൊരിയും ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിക്കാറുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചാടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമ്മുടെ പ്രാർത്ഥന ടൈം. ആദ്യമൊക്കെ ഞാൻ ഖുർആൻ 3 തവണ ഫുള്ളാക്കാറുണ്ടായിരുന്നു കേട്ടോ നോമ്പിന്. ഇപ്പൊ എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല, കാരണം ഈ ഒരു എഡിറ്റിംഗ് ആണ് മെയിൻ കേട്ടോ. നമുക്ക് ടൈം കിട്ടാതിരിക്കും. ഇതിന്റെ ഇടയിൽ സച്ചുക്കും ഫാദിക്കും എക്സാം ആണ്. അപ്പൊ അതും കൂടെ നോക്കാനുണ്ട് കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്ത് മാത്രം ഇരുന്നാൽ പോരല്ലോ. അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഖുർആൻ ഓതാൻ ഇരിക്കുന്ന ടൈമിൽ ഫാദിക്കുട്ടി ദൈവക ഐറ്റംസ് ഒക്കെയാണ് അവന്റെ പരിപാടി കേട്ടോ. ഈ ഒരു തവളനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും. മാക്രി കേട്ടോ. ശരി, കുറച്ച് ക്ലേ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയത്തിന് നമുക്ക് നല്ല സ്വൈരായിരിക്കും. ആദ്യം നമ്മൾ ചാടിച്ചിട്ടുണ്ടെങ്കിലും കടക്കാൻ നേരത്ത് നമുക്ക് ചെറുതായിട്ട് വീണ്ടും വിശക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ചിലപ്പോൾ വീണ്ടും എടുത്ത് കഴിക്കും. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞാക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്നാലോ എന്ന്. അങ്ങനെ ദാ ഞങ്ങൾ പുറത്ത് പോകും. പെരുന്നാളിനിടയിലെ ഡ്രസ്സ് എടുത്തു എന്നല്ലാതെ നൈറ്റ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം പെരുന്നാൾക്ക് കുളി കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു മാക്സി ഇടുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മാക്സി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ മെഹവിഷ് മാക്സി വിലയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഷാളും മാക്സിയും കൂടെ വരുന്ന ഒന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന വഴിക്ക് എണ്ണയൊക്കെ ഉപ്പിലിട്ട മാങ്ങക്കുലിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ആർക്കും വയറിന് വലിയതായിട്ട് വയറിലെ സ്ഥലം വേണ്ട. നേരെ ഇറാനി ചായ പോയിട്ട് ജസ്റ്റ് ഒരു ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇങ്ങനെയുള്ള റമദാൻ ദിവസങ്ങൾ മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത സീരീസിൽ കാണാട്ടെ. ഓക്കെ.